ഇന്ത്യയിലെ ഇലക്ഷനുകൾ എല്ലാം വെറും സെലക്ഷനുകൾ മാത്രമാണ് എന്ന് വിവേകമുള്ള എല്ലാ ഇന്ത്യക്കാർക്കും അറിയാവുന്ന നഗ്നമായ സത്യമാണ്. സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളത് മോദിയുടെ സെലക്ഷൻ കമ്മീഷനായി ആണ് പ്രവർത്തിക്കുന്നത്. സംഖ്യകൾ എപ്പോഴും ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും ജനപിന്തുണയുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാത്തത് എന്നാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ നോൺ ബയോളജിക്കൽ ഇന്ത്യയിൽ ജനപിന്തുണയല്ല ആവശ്യം എന്നുള്ളതാണ് വസ്തുത. മഹാരാഷ്ട്ര ഇലക്ഷൻ അട്ടിമറി എങ്ങനെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യ ടുഡേയിലൂടെ പ്രസിദ്ധീകരിച്ച ലേഖനം സംഘികളെയും ഇലക്ഷൻ കമ്മീഷനെയും പരിഭ്രാന്തരാക്കിയിരിക്കുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ 7 കാര്യങ്ങളാണ് അവലോകനം ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി ഈ ലേഖനത്തിലൂടെ വെളിപ്പെടുത്തുന്ന 6 കാര്യങ്ങൾ. 1. തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നതിന് അവർക്ക് ഇഷ്ടപ്പെട്ട ഇലക്ഷൻ കമ്മീഷണർമാരെ തെരഞ്ഞെടുക്കുക. 2. വോട്ടർ രജിസ്ട്രേഷനിൽ ഉണ്ടായ അപ്രായോഗികമായ പെരുപ്പം. 3. വൈകിട്ട് 5 മണിക്ക് ശേഷം വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടായ പ്രായോഗികമല്ലാത്ത വലിയ കുതിച്ചുചാട്ടം. 4. വലിയ തോതിലുള്ള കള്ളവോട്ടുകളിലൂടെ BJPയെ തോൽപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ആക്കിയത്. 5. തെരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ തെളിവുകൾ കുഴിച്ചുമൂടുക. 6. ജനങ്ങൾക്ക് നൽകേണ്ട തെരഞ്ഞെടുപ്പ് രേഖകൾ മറയ്ക്കുക. പിന്നെ 7ാമതായി രാഹുൽ ഗാന്ധിയുടെ ഈ ലേഖനത്തോടുള്ള ഭരണഘടനാ സ്ഥാപനം ആയിരിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം വെറും 2 രൂപ സംഘിക്കൂലികളുടെ അതേ ഭാഷയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. മഹാരാഷ്ട്രയിൽ 2024 നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിലെ കൃത്രിമം എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നതും ഒരു തരത്തിലും പ്രായോഗികമല്ലാത്തതുമായതാണ്. ഇത് മാച്ച് ഫിക്സിംഗ്, അതായത് നഗ്നമായ ഒത്തുകളിയാണ് എന്നാണ് അദ്ദേഹം ഇവിടെ വ്യക്തമായി സ്ഥാപിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഫെബ്രുവരി 3-ന് അദ്ദേഹം പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിലും പിന്നീട് നടത്തിയ പത്രസമ്മേളനത്തിലും 2024 നവംബറിലെ മഹാരാഷ്ട്ര നിയമസഭാ ഇലക്ഷൻ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. മുൻപത്തെ ചില തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിചിത്രമാണെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ 2024 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അതിലുമൊക്കെ വളരെ വിചിത്രമായിരുന്നു. അവിടെ നടന്ന കൃത്രിമത്തിന്റെ വ്യാപ്തി വളരെ വലുതായതിനാൽ മറച്ചുവെക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കിടയിലും അനൌദ്യോഗികമായ സ്രോതസ്സുകളെ ആശ്രയിക്കാതെ ഔദ്യോഗിക സ്ഥിതിവിവര കണക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഔദ്യോഗികമായ തെളിവുകൾ പ്രകാരം അവിടെ നടന്നത് എന്താണെന്ന് ഞാൻ വ്യക്തമായി മനസ്സിലാക്കി തരാം. 1. തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നതിന് ഇഷ്ടപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്ന നഗ്നമായ കള്ളക്കളി. 2023 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്ന നിയമം ഫലത്തിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ചേർന്ന് തെരഞ്ഞെടുക്കുന്നവർ ആണ് എന്ന് ഉറപ്പുവരുത്തുന്നു. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ പ്രധാനമന്ത്രിയും ഒരു ക്യാബിനറ്റ് മന്ത്രിയും പ്രതിപക്ഷ നേതാവും എന്ന് അവർ നിയമം മാറ്റി. അതിനു മുൻപ് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ചേർന്നുള്ള സമീകൃതമായ കമ്മിറ്റിയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തെരഞ്ഞെടുക്കേണ്ടത് എന്നായിരുന്നു നിയമം. എന്നാൽ അതിൽ നിന്നും നിഷ്പക്ഷനായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റി പകരം ഒരു ക്യാബിനറ്റ് മന്ത്രിയെ വെച്ചതിലൂടെ BJP തെരഞ്ഞെടുക്കുന്ന ആളുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആയി മാറുകയാണ് ഉണ്ടായത്. ഇനി 2ാമത്തെ പോയിന്റ്, വോട്ടർ രജിസ്ട്രേഷനിൽ ഉണ്ടായ അപ്രായോഗികമായ പെരുപ്പം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മഹാരാഷ്ട്രയിൽ 8.98 കോടി വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത്. 5 വർഷത്തിന് ശേഷം 2024 മെയിൽ നടന്ന ലോക്സഭാ ഇലക്ഷനിൽ ഇത് 9.29 കോടിയായി ഉയർന്നു. അതായത് 5 വർഷത്തിനിടെ ഉണ്ടായ വർധനവ് വെറും 31 ലക്ഷം മാത്രമായിരുന്നു. എന്നാൽ അതിനുശേഷം വെറും 5 മാസത്തിനുള്ളിൽ 2024 നവംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് 9.7 കോടിയായി കുതിച്ചുയർന്നു. അതായത് 5 വർഷം കൊണ്ട് വെറും 31 ലക്ഷത്തിന്റെ വർധനയുണ്ടായി 5 മാസത്തിൽ 41 ലക്ഷം വോട്ടിന്റെ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അത് മാത്രവുമല്ല, വളരെ വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ സർക്കാരിന്റെ കണക്കനുസരിച്ച് 9.54 കോടി പ്രായപൂർത്തിയായ ആളുകൾ മാത്രം മഹാരാഷ്ട്രയിലുള്ള സ്ഥാനത്താണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ 9.7 കോടി വോട്ടർമാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് ഒരു തരത്തിലും പ്രായോഗികമല്ല എന്ന് വ്യക്തമാണല്ലോ. 3. വൈകിട്ട് 5 മണിക്ക് ശേഷം പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായ പ്രായോഗികമല്ലാത്ത വലിയ കുതിച്ചുചാട്ടം. മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം തികച്ചും സാധാരണമായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്.
എല്ലായിടത്തും ചെയ്യുന്നത് പോലെ വോട്ടർമാർ ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്തതിനു ശേഷം വീടുകളിലേക്ക് മടങ്ങി. വൈകുന്നേരം 5 മണിയോടെ പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിച്ചവർക്ക് അവിടെ തുടർന്ന് വോട്ട് ചെയ്യാൻ അനുവാദം നൽകി. ഒരു പോളിംഗ് സ്റ്റേഷനുകളിലും അസാധാരണമായ നീണ്ട തിരക്കോ വരിയോ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകളില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് വോട്ടെടുപ്പ് ദിവസം വളരെ നാടകീയമായിരുന്നു. വൈകുന്നേരം 5 മണിക്ക് പോളിംഗ് ശതമാനം 58.22 ആയിരുന്നു. നാടകീയമായി വോട്ടെടുപ്പ് അവസാനിച്ചതിന് ശേഷം പോളിംഗ് ശതമാനം കൂടിക്കൊണ്ടേയിരുന്നു. പിറ്റേ ദിവസം രാവിലെയാണ് അന്തിമ പോളിംഗ് ശതമാനം റിപ്പോർട്ട് ചെയ്തത്. അത് 66.05% ആയിരുന്നു. അതായത് 7.83% കുത്തനെയുള്ള വർധനവ്. ഇത് 76 ലക്ഷം വോട്ടർമാർക്ക് തുല്യമാണ്. ഇത് മഹാരാഷ്ട്രയിലെ മുൻ തെരഞ്ഞെടുപ്പുകളേക്കാൾ എല്ലാം വളരെ കുത്തനെയുള്ള വർധനവാണ്. ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി 4ാമത്തെ പോയിന്റ്, വലിയ തോതിലുള്ള കള്ളവോട്ടുകളിലൂടെ ഒരു വിധത്തിലും പരാജയപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ BJP എത്തിയത്. വളരെയേറെ അസ്വാഭാവികതകൾ നിറഞ്ഞതായിരുന്നു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ്. ഇവിടെ 1 ലക്ഷം പോളിംഗ് ബൂത്തുകൾ ആണ് ഉള്ളത്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മോശം പ്രകടനം കാഴ്ചവെച്ച 85 മണ്ഡലങ്ങളിലെ ഏകദേശം 12,000 ബൂത്തുകളിൽ മാത്രമാണ് അധികമായി കൂട്ടിച്ചേർത്ത വോട്ടർമാരിൽ ഭൂരിഭാഗവും വോട്ട് ചെയ്തത്. അതായത് വൈകുന്നേരം 5 മണിക്ക് ശേഷം ഓരോ ബൂത്തിലും ശരാശരി 600-ൽ അധികം വോട്ടർമാർ വോട്ട് ചെയ്തു. ഒരു വോട്ടർക്ക് വോട്ട് ചെയ്യണമെങ്കിൽ മിനിമം 1 മിനിറ്റ് എങ്കിലും വേണം. അങ്ങനെ കണക്കാക്കിയാൽ പോലും ഈ 600 പേർ അധികമായി വോട്ട് ചെയ്യണമെങ്കിൽ ഓരോ ബൂത്തുകളിലും പോളിംഗ് 10 മണിക്കൂർ നീട്ടേണ്ടി വരും. എന്നാൽ ഒരു ബൂത്തിലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിനാൽ എങ്ങനെയാണ് 600-ൽ അധികം ആളുകൾ 5 മണിക്ക് ശേഷം ഈ 12,000 ബൂത്തുകളിൽ ഓരോന്നിലും വോട്ട് ചെയ്തത്? ഇങ്ങനെ അധികമായി വോട്ടുകൾ കൂട്ടിച്ചേർത്ത 85 സീറ്റുകളിൽ ബഹുഭൂരിപക്ഷവും നേടിയത് NDA ആണ് എന്നുള്ളത് അതിനാൽ തന്നെ അല്പം പോലും അത്ഭുതം ഉളവാക്കുന്നതല്ല. വോട്ടർമാരുടെ എണ്ണത്തിൽ കുത്തനെയുണ്ടായ വർധനവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ ന്യായീകരണം യുവാക്കളുടെ പങ്കാളിത്തത്തിലെ സ്വാഗതാർഹമായ വർധനവാണ് എന്നാണ്. എന്നാൽ ഈ സ്വാഗതാർഹമായ അത്ഭുതം നടന്നത് ഈ 12,000 പോളിംഗ് ബൂത്തുകളിൽ മാത്രമാണ്. ബാക്കിയുള്ള 88,000 ബൂത്തുകളിൽ ഈ അത്ഭുതം കണ്ടില്ല. ഇനി ചില മണ്ഡലങ്ങളിലെ ഉദാഹരണങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നോക്കാം. കാന്തിയ എന്ന മണ്ഡലത്തെ ഒരു കേസ് സ്റ്റഡിയായി ഉപയോഗിക്കാം. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഇവിടെ ലഭിച്ചത് 1.36 ലക്ഷം വോട്ടുകളും BJPക്ക് ലഭിച്ചത് 1.9 ലക്ഷം വോട്ടുകളുമാണ്. 2024-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അതിന് സമാനമായ 1.34 ലക്ഷം വോട്ടുകൾ ലഭിച്ചപ്പോൾ BJPക്ക് 56,000-ലധികം വോട്ടുകൾ അധികമായി ലഭിച്ച് അവരുടെ മൊത്തം വോട്ടുകളുടെ എണ്ണം 1.75 ലക്ഷമായി ഉയർന്നു. അതായത് ഇവിടെ പുതുതായി ചേർത്ത 35,000 വോട്ടർമാരുടെ കൂട്ടത്തിൽ നിന്നാണ് BJPക്ക് വോട്ടുകളിൽ ഈ കുതിച്ചുചാട്ടം ഉണ്ടായത്. ഇത് കാണിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതിരുന്ന എല്ലാ വോട്ടർമാർക്കും പുതുതായി ചേർത്ത 35,000 വോട്ടർമാർക്കും BJPയിലേക്ക് എന്തോ കാന്തികമായ ആകർഷണം ഉണ്ട് എന്നാണ്. ആ കാന്തിക ആകർഷണത്തിന്റെ താമര രൂപം തിരിച്ചറിയാൻ പ്രയാസമില്ല. ഈ പറഞ്ഞ 4 കാര്യങ്ങളുടെ ഫലമായി 2024-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP മത്സരിച്ച 149 സീറ്റുകളിൽ 132 എണ്ണത്തിലും വിജയിച്ചു. BJPക്ക് മുൻപ് ലഭിച്ചിട്ടുള്ള എല്ലാ വിജയ ശതമാനത്തെക്കാളും കൂടുതലായിരുന്നു 90% വരുന്ന ഈ സ്ട്രൈക്ക് റേറ്റ്. 5 മാസം മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്ട്രൈക്ക് റേറ്റ് വെറും 32% മാത്രമായിരുന്നു എന്ന നിലയിൽ നിന്നാണ് 90% സ്ട്രൈക്ക് റേറ്റിലേക്ക് മാന്ത്രികമായി കുതിച്ചുചാടിയത്. ഇനി 5ാമത്തെ പോയിന്റ്, തെരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുഴിച്ചു മൂടുന്നത്. പ്രതിപക്ഷത്തിന്റെ എല്ലാ ചോദ്യങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിക്കുകയോ അല്ലെങ്കിൽ അക്രമാസക്തമായി പ്രതികരിക്കുകയോ ആണ് ചെയ്തത്. 2024-ലെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫോട്ടോ പതിച്ച വോട്ടേഴ്സ് ലിസ്റ്റ് ലഭ്യമാക്കണം എന്നുള്ള അഭ്യർത്ഥന അവർ ഉടനെ തന്നെ തള്ളിക്കളഞ്ഞു. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 മാസം പിന്നിട്ടപ്പോൾ ഒരു പോളിംഗ് സ്റ്റേഷനിലെ വോട്ടെടുപ്പിന്റെ വീഡിയോയും CCTV ദൃശ്യങ്ങളും പുറത്തുവിടാൻ ഹൈക്കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഉത്തരവിട്ടു. എന്നാൽ ഉടനെ തന്നെ കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിയാലോചിച്ച് 1964-ലെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിലെ സെക്ഷൻ 93(2)(a) ഭേദഗതി ചെയ്തു. ഇതുവഴി CCTV ദൃശ്യങ്ങളും ഇലക്ട്രോണിക് രേഖകളും നൽകണം എന്നുള്ള നിയമമാണ് മാറ്റിയത്. ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണല്ലോ, വ്യക്തമായ തെരഞ്ഞെടുപ്പ് അട്ടിമറി ഉള്ളതുകൊണ്ടാണ് ആ രേഖകൾ കൊടുക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടപ്പോൾ
ഉടനെ തന്നെ നിയമം മാറ്റി ആ രേഖകൾ കൊടുക്കാതെ ഇരുന്നത്? ആറാമത്തെ കാര്യം, ജനങ്ങൾക്ക് നൽകേണ്ട തെരഞ്ഞെടുപ്പ് രേഖകൾ മറച്ചുവെക്കുക. വോട്ടേഴ്സ് ലിസ്റ്റും CCTV ദൃശ്യങ്ങളും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനുള്ള ഉപകരണങ്ങളാണ്. അല്ലാതെ ജനാധിപത്യം നശിപ്പിക്കപ്പെടുമ്പോൾ നിലവറയിൽ വെച്ച് പൂട്ടാനുള്ള അലങ്കാര വസ്തുക്കൾ അല്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു രേഖയും നശിപ്പിക്കപ്പെട്ടിട്ടില്ലെന്നും നശിപ്പിക്കപ്പെടുകയില്ലെന്നും ഉറപ്പാക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് അവകാശമുണ്ട്. രേഖകൾ പരിശോധിക്കുമ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്തത്, വോട്ടിംഗ് കേന്ദ്രങ്ങൾ മാറി നൽകുക തുടങ്ങിയ കൃത്രിമങ്ങൾ പുറത്തു വരുമെന്ന് പലർക്കും ആശങ്കയുണ്ട്, വേവലാതിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറി വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഭയപ്പെടുന്നു. രേഖകൾ പരിശോധിക്കുമ്പോൾ ഈ കുറ്റകൃത്യങ്ങളുടെ രീതിയും അതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളും ആരാണെന്ന് വെളിച്ചത്തു വരുമെന്ന് സംശയമില്ല. എന്നിട്ടും ഈ റെക്കോർഡുകൾ വേരിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷത്തിനും ജനത്തിനും മുന്നിൽ ഇവർ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇത് കായിക രംഗത്ത് മാച്ച് ഫിക്സിംഗ് നടത്തുന്നതിന് തുല്യമാണ്. ഒത്തുകളിച്ച് അവർക്ക് ഈ കളിയിൽ വിജയിക്കാൻ ആയേക്കാം. എന്നാൽ ഇത് കളിയിലും ഫലത്തിലും ജനങ്ങൾക്കുള്ള വിശ്വാസം ഒരിക്കലും തിരിച്ചു പിടിക്കാനാവാത്ത വിധം നഷ്ടപ്പെടുത്താൻ ഇടയാകും. ഒത്തുകളിച്ച് നടത്തുന്ന തെരഞ്ഞെടുപ്പുകൾ ഏതൊരു ജനാധിപത്യത്തെയും വിഷലിപ്തമാക്കും. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ലേഖനത്തിന്റെ സംക്ഷിപ്ത രൂപം. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശയോടെ BJP നടത്തുന്ന ഇലക്ഷൻ അട്ടിമറി. അട്ടിമറിയില്ലെങ്കിൽ എന്തുകൊണ്ടാണ് രേഖകൾ നൽകാൻ ഇവർ ഭയപ്പെടുന്നത്? രേഖകൾ കൊടുക്കണം എന്നുള്ള നിയമങ്ങൾ എന്തുകൊണ്ടാണ് പൊടുന്നനെ മാറ്റുന്നത്? മറച്ചുവെക്കാൻ ഒന്നുമില്ലാത്തവർക്ക് കൃത്യമായി ഈ രേഖകൾ നൽകി ജനങ്ങളുടെ മുന്നിൽ, രാജ്യത്തിന്റെ മുന്നിൽ തെളിയിക്കാൻ സാധിക്കുമല്ലോ. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഇതിൽ വലിയ അട്ടിമറിയുണ്ട് എന്നുള്ളത്. ഇനി ഏഴാമത്തെ കാര്യം, ഇതിന് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായി മറുപടി കൊടുക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടി സോഷ്യൽ മീഡിയയിൽ 2 രൂപയ്ക്ക് കൂലിയെഴുത്ത് നടത്തുന്ന സംഖ്യകൾ നടത്തുന്നത് പോലെ തന്നെയാണ്. അവരുടെ മറുപടി ഇങ്ങനെയാണ്: അടിസ്ഥാന വിരുദ്ധമായ ഇത്തരം ആരോപണങ്ങൾ മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ നടത്തിപ്പിന് എതിരെ ഉന്നയിക്കുന്നത് നിയമത്തെ അപമാനിക്കലാണ്. 2024 ഡിസംബർ 24-ന് ഇലക്ഷൻ കമ്മീഷൻ ഇതിന്റെ എല്ലാ തെളിവുകളും കോൺഗ്രസിനുള്ള മറുപടിയായി കാണിച്ചതും അത് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലും ലഭ്യമാണ്. ഇത്തരം എല്ലാ രേഖകളെയും ഇത്തരം ആരോപണം ഉന്നയിക്കുന്നതിലൂടെ അവഗണിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഇത്തരം തെറ്റായ ഇൻഫർമേഷനുകൾ ആര് പരത്തിയാലും അത് നിയമത്തോടുള്ള അനാദരവാണെന്ന് മാത്രമല്ല, അവരുടെ തന്നെ രാഷ്ട്രീയ പാർട്ടി നിയമിച്ചിട്ടുള്ള ആയിരക്കണക്കിന് പ്രതിനിധികൾക്ക് അപമാനകരവും ലക്ഷക്കണക്കിന് ഇലക്ഷൻ വർക്കേഴ്സിന് ഡീമോട്ടിവേറ്റ് ചെയ്യിക്കുന്നതും ആണ്. ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ അവർക്ക് ആവശ്യമായ വിധി നൽകാത്തത് കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പക്ഷപാതപരമാണ് എന്ന് പറഞ്ഞ് അവർ അപമാനിക്കുകയാണ്. ഇത് തികച്ചും അസംബന്ധമാണ്. എങ്ങനെയുണ്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി? തെരഞ്ഞെടുപ്പിൽ വിജയിക്കാത്തത് കൊണ്ട്, ജനങ്ങൾ വോട്ട് ചെയ്യാത്തത് കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അസംബന്ധം പറയുകയാണ് എന്ന് ഒരു ഭരണഘടനാ സ്ഥാപനം ഇതിന് മറുപടി നൽകുക എന്ന് വെച്ചാൽ അത് സംഘിസ്ഥാനിൽ മാത്രമേ ഇങ്ങനെ നടക്കുകയുള്ളൂ. ഉത്തരവാദിത്വമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിൽ രേഖകൾ കാണിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തണം ഇതിൽ അട്ടിമറി ഒന്നുമില്ല എന്ന്. CCTV ഫുട്ടേജ് പുറത്തുവിടണം. എന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങൾ തെറ്റാണ് എന്ന് തെളിയിക്കണം. അതുവഴി 5 മണിക്ക് ശേഷം വരിയിൽ 600 പേർ ഈ 12,000 ബൂത്തുകളിൽ ഉണ്ടായിരുന്നു എന്നും അവർ 10 മണിക്കൂറുകളോളം നിന്നാണ് ഏതാണ്ട് പിറ്റേ ദിവസം വെളുപ്പിനെയാണ് ഈ പോളിംഗ് പൂർത്തിയാക്കിയത് എന്നും തെളിവ് സഹിതം കാണിച്ചാൽ ആർക്കും ആരോപണം ഉന്നയിക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ മറിച്ച് ഒരുമാതിരി മന്ദഭക്തർ നൽകുന്ന വിഡ്ഢിത്തമായ മറുപടി നൽകി നിയമങ്ങൾ തിരുത്തി രേഖകൾ നൽകാതെ എല്ലാം മറച്ചു വെക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത്. ഇതിൽ നിന്ന് ജനങ്ങൾക്ക് വ്യക്തമാവും എന്ന് ഉറപ്പാണ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?